Ladies and gentlemen, your attention please. As the Cuban kid always said, here we meet once again. ആരാണ് ഈ ക്യൂബൻ കിഡ് എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ? അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. രണ്ട് ചെറിയ പിള്ളേരുടെ കഥ. ഒരുത്തൻ ക്യൂബിലിരുന്ന് വന്നവൻ, മറ്റൊരുത്തൻ നമ്മുടെ മധുരയിൽ നിന്ന് വന്ന പയ്യൻ. ഡോണ്ട് വെറി, ഐ വിൽ ടേക്ക് കെയർ. ഓട്ടോമാറ്റിക് പിസ്റ്റൾ. ശരി, അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ആ, അത് പിടിച്ചോ. മുരുകേഷ്, മുരുകേഷ്, ചിൽ ചിൽ. ഇവൻ നമ്മുടെ ആളാടാ. സോ എനിവേ, പറഞ്ഞതുപോലെ രണ്ട് പിള്ളേർ. അവർക്ക് പേരെന്തിടും? ഡാഷ് ആൻഡ് ഡാഷ് ഡാഷ്. ഡെയിലി കാലത്ത് സ്കൂൾ ക്യാൻറ്റീനിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരും. അപ്പം ഡാഷ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഡാഷ് ഡാഷെ കാണുമ്പോൾ ചിരിച്ചിട്ട് സ്പാനിഷ് മൊഴിയിൽ ഒരു കമൻ്റ് അടിച്ചിട്ട് പോവും. പാവം ഡാഷ് പറയണത് ഡാഷ് ഡാഷിന് മനസ്സിലായതേ ഇല്ല. ഡെയിലി ഇതാ ക്യാൻറ്റീനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഡാഷ് ഡാഷ് സഹിച്ച് അങ്ങനെ പോയി. ഇറ്റ് കണ്ടിന്യൂഡ് ആൻഡ് കണ്ടിന്യൂഡ്. എത്ര കാലം ഒരുത്തിനെ സഹിക്കാൻ പറ്റും? ഒരു ദിവസം ഡാഷ് ഡാഷ് നേരെ ചെന്ന് ഡാഷിനെ പിടിച്ച് കീഴെ ഇട്ട് മുഖത്ത് നോക്കി നല്ല ഇടി വെച്ചു കൊടുത്തു. ഇടിച്ച് ടാങ് ടാങ് ടാങ്. അവൻ്റെ മൂക്ക് പൊട്ടി പാലം പുറത്തേക്ക് വന്നു. അപ്പൊ തന്നെ രണ്ട് പിള്ളേരെ വാർഡനെടുത്ത് കൂട്ടിട്ട് പോയി. ഡാഷ് ഡാഷ് പറഞ്ഞു, ഡാഷ് എപ്പോഴും എന്നെ കാണും അറിയാത്ത ഭാഷയിൽ ചീത്ത വിളിക്കാം. അപ്പൊ വാർഡൻ വന്ന ഡാഷിനെടുത്ത് ചോദിച്ചു, നീ എന്തിനാ ചീത്ത വിളിക്കണേ? അത് കേട്ട ഉടനെ ഡാഷ് ആ ചീത്ത പിന്നെയും വിളിച്ചു, അതും പ്രിൻസിപ്പളിന് മുമ്പിൽ വെച്ചു. ഞാൻ കഥ ശരിക്കും തന്നെയാണോ പറയണത്? ഞാൻ കഥ ശരിക്കും പറയുന്നുണ്ടോ നോക്കാനാണോ നീ വന്ന്? അകത്ത് പോയി ബാഗ് നോക്കണം മണ്ട. ഏയ്, കോൺസെൻട്രേറ്റ്. കഥയിലെ മെയിൻ ട്വിസ്റ്റാണ് ഇനി നടക്കാൻ പോകുന്നത്. വാർഡൻ ഒരു ട്രാൻസ്ലേറ്ററെ വിളിച്ചു വരുത്തി. ഡാഷ് എന്താ പറഞ്ഞത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡെയിലി ഡാഷ് ഡാഷ് നോക്കി സ്പാനിഷ് ഭാഷയിൽ ഗുഡ് മോർണിംഗ് ആൻഡ് ഹിയർ വി മീറ്റ് വൺസ് അഗെയിൻ എന്നാണ് അത്ര പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ എന്തോ ട്രഡീഷനാണ് അത്ര. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സായി. എൻ്റെ പോയിന്റ് അതല്ല. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഡാഷ് അടി വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണ് പോയിക്കൊണ്ടിരുന്നത്? ചിരിച്ച് സംസാരിച്ചതിന് എന്തിനാ ഡാഷ് ഡാഷ് എന്നെ അടിച്ചതെന്നായിരിക്കൂലേ? അവനായി കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവൂലേ? നിന്നെ പോലെ നിന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്, അതവിടെ. എൻ്റെ ഒന്നുമില്ല. നിന്റെ കയ്യിലുണ്ട്. നീയത് തന്നില്ലെങ്കിൽ ഞാനതെടുക്കും. ഒപ്പം നിന്നെയും ചേർത്തെടുക്കും. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണോ? ഓക്കെ, എന്നാൽ പിന്നെ നോക്കാം. അത് കിട്ടിയ ഉടനെ നിന്നെ ഞാൻ കൊല്ലും. ബാഗ് കിട്ടി. ദാണ്ട. ഗുഡ്. ഇപ്പോ ഷൂട്ടിംഗ് ടൈം. എന്നാ പൗഡർ പൂച്ചെടുത്തും കാര്യമില്ല, ചേച്ചിയെടുത്ത് വാ തുറന്നങ്ങ് പറയണം.
டேய் டெமோக்ரஸி இங்க வாடா. என்னடா ஆச்சு? അണ്ണാ റിച്ച് വന്ന് വീട്ടിന് തലക്കടിച്ച് താഴെയിട്ട് എന്നിട്ട് ആട്ടെ കയറ്റിട്ട് എങ്ങോട്ടോ പോയി. സംഭവം സീരിയസ് ആണോ? டேய் எவட சுண்டாய்? മാർക്കറ്റിന്റെ അടുത്തണ്ണാ. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും വലിയ കഥ നിന്നോട് പറഞ്ഞതിനാ നിനക്കറിയോ? നിനക്കറിയില്ലടാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്കടാ. ഞാൻ അകത്ത് കയറിയപ്പോൾ എന്താ എന്നോട് പറഞ്ഞത്? യുവർ അറ്റൻഷൻ. അറ്റൻഷൻ പ്ലീസ്. ആ പിന്നെന്താ പറഞ്ഞേ? പറ. പിന്നെന്താ പറഞ്ഞത്? അതിനുശേഷം എന്താ പറഞ്ഞത്? മീറ്റ് വൺസ് അഗൈൻ. We meet once again. Yeah, we meet once again. 15 വർഷം കഴിഞ്ഞ് ഇപ്പോഴല്ലേ മച്ചാനെ നമ്മൾ കാണുന്നത്. റിച്ചി. അതേടാ പുന്നാര മോനെ, റിച്ചി. റിച്ചാർഡ് കെ സഖായം. നിന്റെ കുട്ടിക്കാലത്തെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലും കാണാൻ വന്നില്ലല്ലോ. ഇല്ല, ഇന്ന് വൈകിട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇന്നലെ രാത്രി നീ നിന്റെ അമ്മേനെ പോയി കണ്ടിരുന്നു കേട്ടു. അമ്മേനെ മാത്രം ദുബായി കൂട്ടിക്കൊണ്ടു പോകുള്ളൂ. എന്നെ ഒന്നും കൊണ്ടുപോകില്ലേ? അതുപോട്ടെ, ബാഗ് കിട്ടിയല്ലോ. നീ വാ പോവാ. ഇല്ല, ഇന്ന് ഉച്ചയ്ക്ക് അമ്മേൻ്റെ അടുത്ത് ചെല്ലാമെന്ന് പറഞ്ഞതാ. അമ്മേനെ ഒരു പ്രാവശ്യം പോയി കണ്ടതല്ലേ. മാത്രമല്ല ദുബായി കൊണ്ടുപോകാൻ പോവാ. പിന്നെന്താണ്? ഇല്ല റിച്ചി, എനിക്ക് പോകണം. ഞാൻ നിന്നെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യടാ. വാ. നീ എന്നെക്കാൾ നല്ല സുന്ദരനായല്ലോ. ഞാനേ ഒരു ജോലി പകുതിയാക്കി വെച്ചേക്കാം. അത് ആദ്യം തീർത്തേക്കാം. ഏയ് നിർത്തടാ. കേറി വാടാ. കടലിൽ എന്ത് കിട്ടിയാലും പാതി ഐസക് സാറ് നടന്നോ നിനക്ക്? കരയടാ, നീ കരി. ഞങ്ങൾക്കായിട്ടുണ്ടാകാൻ നോക്കണോടാ നീ. ഓടാ എല്ലാം വിട്ട് തള്ളുപ്പള എല്ലാം സുട്ട് തള്ളു. ആടാ ഇങ്ങോട്ട് വാടാ. ഇപ്പോ പുലി എങ്ങനെയാണ് അലർതെന്ന് എനിക്കൊന്ന് കേക്കണം. എന്താ വേറും കാറ്റ് മാത്രമേ ഉള്ളൂടാ. അമോൺ അലറാം. എന്താടാ അത്? പുലിയുടെ പോലെ അലറാൻ പറഞ്ഞ പൂച്ചയുടെ പോലെ കരയണോ? അവന്റെ പെങ്ങളെ ഓർത്തെങ്ങനെ വിട്ടേക്ക്. സിസ്റ്റർ സെന്റിമെന്റ്സാ. പറയാൻ എവിടെയാ അത്? കിട്ടിപ്പോയി. നിന്റെ അടുത്ത് നമ്മുടെ ക്യൂബൻ കിഡ് മധുരപ്പയ്യൻ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഡാഷ് ആൻഡ് ഡാഷ് ഡാഷ് ഇല്ലേ മുരുകേഷ്? നിനക്കറിയാലോ. ഒന്ന് പറയുന്നോ? നീയോ? നിനക്കൊന്നും വായ തുറന്ന് പറഞ്ഞ ശീലമില്ലല്ലോ. ഓടി രക്ഷപ്പെട്ടല്ലേ ശീലം. എന്നെ വിടുവിച്ച് ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്ത് കിട്ടിയാലും സാറിന് തന്നെ എന്നെ വിട്. എന്നോട് അപ്പോ പുലിക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമ്മൾ കൂടെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ ഒരു നരി, അവനിത് മനസ്സിലായാവോ? പറയടാ മുന്നാര മോനെ.